ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. കുറേ ആയിട്ടോ റിതുവിനായിട്ട് പാർക്കിലൊക്കെ പോയിട്ട്. അപ്പോൾ ഇന്ന് എന്തായാലും പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങളൊരു 4 മണി അല്ല, ഒരു 3:30-4 മണിയുടെ ഉള്ളിലാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ഞങ്ങളങ്ങനെ ബൈക്കിലാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. ബൈക്ക് നിർത്തിയിട്ട സ്ഥലത്തേക്ക് കുറച്ച് നടക്കാനുണ്ടായിരുന്നു. അങ്ങനെ നടന്ന് ഞങ്ങൾ ബൈക്കിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ടായിരുന്നു. അടുത്ത് കൂടെ നടക്കാൻ നല്ല ഭംഗിയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടി അങ്ങനെ ഓരോ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് നടക്കുകയാണ്. അതിൻ്റെ ഇടയിൽ റിതു പല കാഴ്ചകളും അവിടെ കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നോക്കുകയാണ്. അപ്പോൾ ടാറ്റോ എടുക്കാൻ പറഞ്ഞപ്പോൾ ടാറ്റോ എടുക്കുന്നതായിട്ടോ കാണുന്നത്. അങ്ങനെ ഞങ്ങൾ ബൈക്ക് എടുത്തിട്ട് വേഗം വിട്ടു കേട്ടോ. ഇവിടുന്ന് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ പാർക്കിലേക്ക്. ഒരു അരമണിക്കൂറിൻ്റെ ഉള്ളിൽ നമ്മൾ അവിടെ എത്തും. അരമണിക്കൂറും വേണ്ട, ബൈക്കായതുകൊണ്ട് വേഗം എത്തും കേട്ടോ. ഫസ്റ്റ് ടൈം ആണ് കേട്ടോ ഓൺ വോയിസിൽ ലോങ് വീഡിയോയ്ക്ക് വോയിസ് ഓവർ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. അതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യും. പാർക്കിൽ കുഴപ്പമില്ലാത്ത തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ചില ആൾക്കാർ വന്ന് പോകുന്നുണ്ട്, ചില ആൾക്കാർ വരുന്നുണ്ട്. അങ്ങനെ വണ്ടി വേഗം പാർക്ക് ചെയ്തിട്ട് ടിക്കറ്റൊക്കെ എടുത്തിട്ട് അകത്ത് കയറിയിട്ടോ. അവസാനമായിട്ട് ഞങ്ങൾ പാർക്കിൽ വന്നത് ഞാൻ പ്രഗ്നൻ്റ് ആയിട്ട് ഇരിക്കുമ്പോഴാട്ടോ. പിന്നെ ഞങ്ങൾ റിതു ആയതിനു ശേഷം ഇപ്പോഴാണ് വരുന്നത്. അപ്പോൾ റിതു ആദ്യമായിട്ടാണ് പാർക്കിൽ വരുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള എക്സൈറ്റ്മെൻറ്റൊക്കെ അവളുടെ മുഖത്തുണ്ട്. ഓരോ സാധനങ്ങൾ കണ്ടിട്ട് നോക്കുകയാണ് കേട്ടോ അവൾ. നമ്മൾ രണ്ടാളും പോകുമ്പോൾ ചിൽഡ്രൻസ് പാർക്കിൻ്റെ ഏരിയയിലേക്കേ പോകാറ്. മോളെ ഇപ്പോൾ ആദ്യം പോകുന്നത് ചിൽഡ്രൻസ് പാർക്കിൻ്റെ ഏരിയയിലേക്കാണ് കേട്ടോ. അപ്പോൾ ആ തലയ്ക്കാണ് അത് വരുന്നത്. അപ്പോൾ ഞങ്ങൾ ഒരു ഐസ്ക്രീമും, ഏട്ടന് ഐസ്ക്രീമും അങ്ങനെ ഇഷ്ടമാണ്, പക്ഷെ അത്ര വലിയ ഇഷ്ടമൊന്നുമല്ല കേട്ടോ. ഏട്ടന് ഈ ഉപ്പിലിട്ട ഐറ്റംസൊക്കെയാണ് ഇഷ്ടം. അങ്ങനെ റിതുവിനും അതിൻ്റെ ഒരു ചെറിയൊരു കഷ്ണം കൊടുത്തിട്ട് ഞങ്ങളിങ്ങനെ നടക്കുകയാണ് കേട്ടോ അവിടേക്ക്. കുറച്ച് കഴിഞ്ഞപ്പോൾ അവൾക്ക് വാശിയായി, നിലത്തിറങ്ങി തന്നെ നടക്കാം. അങ്ങനെ അച്ഛൻ്റെ പിന്നാലെ നടന്നു പോവുകയാണ് കേട്ടോ. അങ്ങനെ നടന്ന് ഒരു വിധത്തിൽ ചിൽഡ്രൻസ് പാർക്കിൽ എത്തിയിട്ടുണ്ട്. അത് കണ്ടപ്പോൾ നല്ലോണം സന്തോഷമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുറേ നേരം അതിൽമ തന്നെ ഇരുന്ന് കളിച്ചു കേട്ടോ. അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പാർക്കിൽ. കുറേ ഫാമിലീസൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അടുത്ത് കഴിഞ്ഞപ്പോൾ ഊഞ്ഞാലാടാൻ ആദ്യം വിളിച്ചപ്പോൾ വരുന്നുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ആടി തുടങ്ങിയപ്പോൾ അതിൽമന്ന് ഇറങ്ങാതായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറച്ചധികം ടൈം അവിടെ തന്നെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം കളിക്കുന്ന, അതായത് ഊഞ്ഞാലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ആൾക്ക് അവിടെ ഓടി നടക്കാനായി ഇഷ്ടം. നടക്കാന്ന് പറഞ്ഞാൽ ആൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ ഒക്കെ കുറേ നേരം നടന്നു. പിന്നെ അതിൻ്റെ പാർക്കിൻ്റെ ഉള്ളിൽ തന്നെ ഒരു എക്സ്പോ പോലത്തെ ഒരു സെറ്റപ്പ്, എക്സ്പോ എന്നൊന്നും പറയാൻ പറ്റില്ല, കുട്ടികൾക്ക് കളിക്കേണ്ട പാർക്കത്തെ അല്ലാതെ വേറൊരു ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ജസ്റ്റ് കണ്ടു. ഞങ്ങൾ കയറിയിട്ടൊന്നുമില്ല, ആൾക്കാർ കയറുന്നും കാര്യങ്ങളൊക്കെ ഉണ്ട്. ജസ്റ്റ് അവിടെ ഒക്കെ ഒന്ന് പോയി കണ്ടു, അത്ര തന്നെ ഉണ്ടായിരുന്നുള്ളേ. അങ്ങനെ ഞങ്ങൾ നടന്നിട്ട് വേറൊരു സ്ഥലത്തേക്ക്, അതായത് ഇങ്ങനെ നടക്കാൻ പറ്റിയൊരു ഏരിയയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടുന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എടാ ഒന്നും പറയാനില്ല, നല്ല ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. കാരണം ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ നല്ല അടിപൊളി ക്ലൈമറ്റ്. ആ ഒരു ആകാശവും ആ പുഴയുടെ ആ തീരമൊക്കെ കൂടി വരുമ്പോൾ അടിപൊളിയായിരുന്നേ. ഒരു ചെറു കാറ്റും. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ തന്നെ ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്ന് പിന്നെ റിതുവിൻ്റെ ദിവസമാണല്ലോ, അതുകൊണ്ട് ഇന്ന് റിതുവിന് എന്തും ചെയ്യാം. റിതു മാക്സിമം എൻജോയ് ചെയ്യുന്നുണ്ട്. മണ്ണ് വാരിയിട്ടും മണ്ണിങ്ങനെ ഞങ്ങളുടെ കയ്യിലേക്ക് ഇങ്ങനെ കൊണ്ടുവന്ന് തരുമായിരുന്നു കേട്ടോ. ഞാൻ ഒന്നും പറഞ്ഞില്ല, എപ്പോഴെങ്കിലൊക്കെ അല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ജസ്റ്റ് അവൾ നല്ല എൻജോയ് ചെയ്യട്ടെ, കളിക്കട്ടെ. അടി കിട്ടുന്നൊക്കെയാണ് കേട്ടോ അവിടുന്ന് പറയുന്നത്. അടി കിട്ടുമെന്ന് പറയുമ്പോൾ അവൾ ടാറ്റൊക്കെ കൊടുക്കുക ചെയ്യുന്നത്. ആൾക്ക് നല്ല ഇഷ്ടമായിരിക്കുന്നത്. ആൾക്കിങ്ങനെ മണ്ണിൽ കളിക്കുക, വെള്ളത്തിൽ കളിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കൂടുതൽ ഇഷ്ടം. കുട്ടികളല്ലേ, അവരുടെ ടൈമല്ലേ, അവർ എൻജോയ് ചെയ്യട്ടെ. അങ്ങനെ കുറേയൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് വെള്ളമൊക്കെ എടുത്തിട്ട് അവളെ കൈയൊക്കെ കഴുകി കൊടുത്തുട്ടാ. കളി കൂടിയപ്പോൾ എടുത്തിട്ട് മണ്ണെടുത്തിട്ട് വായിലിടുക, അങ്ങനത്തെ കളി ഉണ്ടല്ലോ, അത് കൂടിയപ്പോൾ ഒരു വെള്ളം വീഴ്ചിട്ട് കൈയൊക്കെ കഴുകി കൊടുത്തു. പിന്നെ കുറച്ച് നേരം ആ സീറ്റുമ്മൽ ഇരുന്നിട്ടുള്ള പരാക്രമമാണ് കാണുന്നത്. ഇലകളാടുമ്പോൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ കുറച്ച് നേരം നമ്മൾ അവിടെ തന്നെ ഇരുന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങളവിടുന്ന് ഒരു 5:30-6 മണിയുടെ ഉള്ളിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നേ. വീട്ടിലെത്തിയിട്ട് ഒരു ചെറിയൊരു ഫംഗ്ഷന് പോകാനുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് വേഗം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ ഇങ്ങനെ ചുറ്റി കാണാൻ ഒരുപാട് സ്ഥലങ്ങളുണ്ടായതിനെ കൊണ്ട് തന്നെ ഇതിലൂടെ പോയാൽ അതിലൂടെ വരാം, അങ്ങനെയാണ് കേട്ടോ. അങ്ങനെ വരാൻ നേരമാണ് അവിടെ കുറച്ച് വണ്ടികളൊക്കെ ഇങ്ങനെ നിരത്തി വെച്ച് കണ്ടത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ചോദിച്ചത് എന്താ സംഭവം എന്ന്. അപ്പോൾ പറഞ്ഞു ഫോട്ടോഷൂട്ട് എടുക്കാനും അതുപോലെ ജസ്റ്റ് കുട്ടികളെ അവിടെ ഇങ്ങനെ ഒരു റൈഡ് പോലെയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് റെൻറ്റിന് കൊടുക്കുന്ന വണ്ടികളാണെന്ന്. അപ്പോൾ ഞങ്ങൾ റിതുവിനെ ജസ്റ്റ് അതിലൊക്കെ ഒന്ന് കയറ്റി ചുറ്റി കറങ്ങിക്കൊണ്ട് പോന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ചായ കുടിക്കാൻ കയറി കേട്ടോ. അത് ചെമ്പിക്കലാണേ. അപ്പോൾ നല്ല രസമാണ് ഇവിടെ ഇരുന്ന് ചായ കുടിക്കാൻ വേണ്ടിയിട്ട്. ആ ഒരു ആംബിയൻസ്, മീൻസ് പുഴയാണല്ലോ അപ്പുറത്ത്, അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ചായ കുടിച്ചിട്ട് നേരെ വീട്ടിലോട്ട് പോയേ. കുറേ പേര് സബ്സ്ക്രൈബ് ചെയ്യാതാണ് കേട്ടോ വീഡിയോസൊക്കെ കാണുന്നത്. ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടമാവാണ്, ഞങ്ങളുടെ ഫാമിലിയിലെ ഒരു ഭാഗമാവാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. ബൈ.